അളിയാ ഞാൻ എവിടെ? നീ കൂടെ തന്നെ ഉണ്ട്. നീ വന്നാ മതി. നാളെ വന്നാ പോരെ? മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ചോദിച്ചപ്പോ ഞാനത് കൊടുക്കാൻ നേറ്റുപോയി. എന്നാ അതവിടെ എണീറ്റ് പോയെന്ന് പറഞ്ഞാലോ? നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. സ്ഥലം എവിടെയാണെന്ന് കാണിച്ചെന്നാ മതി. ആ വലതുവശത്തൊരു സ്വിച്ച് ഉണ്ട്, വേണമെങ്കിൽ അതിട്ടോ. അയ്യോ, ഇനി നിങ്ങൾ പോയി കണ്ടോ, ഞാൻ ഒരിക്കൽ കണ്ടതാ. ഞാൻ ഈ ചുറ്റുവട്ടത്തെങ്ങാനും നിന്നോളാം. ഞാൻ വരണോ? ഞാൻ വരാം. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഞാൻ വരാം. വരാം വരാം. എവിടെടാ? ഈ അലമാരയ്ക്കുള്ളിലാണ് ഞാൻ അസ്ഥികൂടത്തിനെ കണ്ടത്. ഞാനന്ന് പറഞ്ഞല്ലോ, ഞാൻ ആദ്യം കണ്ടതുകൊണ്ടാ പേടിച്ചു പോയത്. നിങ്ങൾ പേടിക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് അസ്ഥികൂടം ഉണ്ടെന്ന്. മനസ്സിലായല്ലോ? അലമാരയ്ക്കകത്ത് അസ്ഥികൂടം ഉണ്ട്. പേടിക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അലമാരയ്ക്കകത്ത് പേടിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ പേടിക്കരുതെന്ന്. എന്താ പേടിച്ചു പോയോ? നീ എങ്ങനെ ഇവിടെ വന്നു? അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു കെട്ടിടം കിട്ടിയാൽ പല നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അങ്ങനെ അന്വേഷണം നടക്കുമ്പോഴാണ് ഇത് വെറുതെ കിടക്കുന്നത് കണ്ടത്. എന്നാ അകത്തെ സൗകര്യം എന്താണെന്ന് നോക്കിക്കളയാന്ന് വെച്ച് കയറിയപ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദവും നിങ്ങളുടെ വരവും. അപ്പോൾ വിളിക്കാൻ ഇതേ സ്ഥലം കിട്ടിയത്. അപ്പൊ ഇതിനകത്ത് കണ്ട അസ്ഥികൂടം തന്റേതായിരുന്നോ? അതെ അതെ. അപ്പൊ ഇതിനകത്തൊരു അസ്ഥികൂടം ഉണ്ടായിരുന്നു. അതാണോ നീ പണ്ട് കണ്ടെന്ന് പറഞ്ഞത്? അത് ശരി. അല്ല, അത് തിരക്കി നിങ്ങൾ വരാൻ എന്താ കാര്യം? നമുക്ക് വേണ്ടപ്പെട്ട വല്ലവരുടെയും നമുക്ക് ഇവിടുന്ന് പോവാൻ ചേട്ടാ. അത് കൊള്ളാം. അസ്ഥികൂടം മറവ് ചെയ്യാൻ വന്നതും പോലെ ചുമ്മാ അങ്ങ് പോകാനോ? ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് പറയാം. ഞാനിത് ആരോടും പറയത്തില്ല. പക്ഷേ എനിക്ക് സ്വല്പം ചില്ലറ കിട്ടണം. എനിക്കും 5-6 പിള്ളേർക്കും കഴിയാനുള്ളതാന്നേ. അയ്യാ, കയ്യിലുള്ളതെല്ലാം കൊടുത്ത് നമുക്ക് വേഗം സ്ഥലം വിടാം. അങ്ങനെ നക്കാപ്പച്ച കിട്ടിയാലൊന്നും ഈ ഇന്ദ്രിയത്ത് പോകത്തില്ല. ഞാൻ കൂടെ വീട്ടിലോട്ട് വരാം. സ്വല്പം കനമായിട്ട് തന്നെ വേണം. ഒരൊറ്റ പൈസ തരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? എന്നാ സാറ് പോയിക്കോ. ഞാൻ പോലീസിലൊന്നും പറയത്തില്ല. സാറ് വെച്ച പോലീസ്. ഇനി ഞാനിവിടെ നിന്ന് എന്റെ വിധം മാറും. ചേടാ, സ്വല്പം വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചാ ഞാൻ ഇതിനകത്ത് കയറി കുത്തിയിരുന്നു. ഇപ്പൊ അതും ഇല്ല. നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നും വിഷമിക്കണ്ട. വക്കീലിനോട് നമ്മൾ എന്താ പറയാൻ പോകുന്നത്? നടന്ന സംഭവങ്ങൾ മുഴുവൻ തുറന്നു പറയണം. നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകാതെ നോക്കണം. വല്ല മുൻകൂർ ജാമ്യമോ നിയമപരമായ സംരക്ഷണമോ. പക്ഷെ ആ ഇന്ദ്രജിത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്ന് എനിക്ക് പേടിയൊന്നു ചേട്ടാ. അവൻ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറെ നാളത്തേക്ക് അവനെ പണം കൊടുത്ത് നിർത്തിയേ പറ്റൂ. ഏതായാലും പോലീസ് വിവരം അറിയുന്നതിന് മുമ്പ് നമുക്ക് വക്കീലിനെ കാണണം. വാ. സ്പീക്കിംഗ്. ഉടനെ തന്നെയോ? ശരി. കാര്യങ്ങൾ വേറെ വഴിക്ക് നീങ്ങിക്കഴിഞ്ഞു ഗായത്രി. അവനായിരിക്കും ചതിച്ചത്, ആ ഇന്ദ്രജിത്ത്. എന്ത് പറ്റി ചേട്ടാ? ഉടനെ ചെല്ലണമെന്ന്. എങ്ങോട്ട്? പോലീസ് സ്റ്റേഷനിലേക്ക്. ഇനി വരുന്ന പോലെ വരട്ടെ. വാ. എനിക്ക് അത്ഭുതം തോന്നുന്നു അല്ലേ? എന്റെ ജോലിയുടെ സ്വഭാവം അങ്ങനെയാണ്. ചില സൂത്രപ്പണികളൊക്കെ ചെയ്തു വേണം ജീവിക്കാൻ.
ഞാൻ ആരാണെന്ന് സുരേഷിനോട് മാത്രമേ ഇതിനു മുമ്പ് വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ കേസിനെ സംബന്ധിച്ച് ചില വിവരങ്ങളും കിട്ടി. ഇരിക്കൂ. യെസ്, ചെറുതായിട്ടൊന്ന് ലോക്കപ്പ് ചെയ്തേക്ക്. ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടിയ ഉടനെ ക്രൈംബ്രാഞ്ച് എന്നെ ഏൽപ്പിച്ച കേസ് ഇതാണ്. ഞാൻ നിങ്ങളുടെ പുറകെ തന്നെ ചുറ്റിക്കൊണ്ടിരുന്നത് വെറുതെയല്ല. താങ്കളുടെ ശ്രീമതിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് എനിക്ക് തുടക്കം മുതലേ സംശയം തോന്നിയിരുന്നു. അങ്ങനെ സംശയം തോന്നാൻ കാരണം കാണാതായ റോമിയോ രാജിന്റെ കാറ് ഒരിക്കൽ എനിക്ക് റിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കോളേജിൽ നിന്നും പിരിഞ്ഞ അന്ന് രാത്രി. എന്താ ഓർക്കുന്നില്ല? പക്ഷേ അന്ന് മിസ്സിസ് വേണു പറഞ്ഞത് അത് അമ്മാവന്റെ കാറാണെന്നോ മറ്റോ ആണ്. അത് അന്ന് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി. മനസ്സിലായി. പക്ഷെ പിന്നീട് രാജനെ കാണാനില്ല എന്നൊരു കേസ് വരുമെന്നോ, കാണാതായ രാജൻ കൊല ചെയ്യപ്പെട്ടതാണെന്ന് ഞാൻ കണ്ടുപിടിക്കുമെന്നോ അന്ന് ഓർത്തില്ല. കൊല ചെയ്യപ്പെട്ടതാണെന്ന് തെളിയിക്കാൻ കഴിയുമോ? ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇനി മറ്റൊന്ന്, ഒരു വ്യക്തിയെ കാണുമ്പോൾ മറ്റൊരാൾക്കുണ്ടാകുന്ന ഭാവവ്യത്യാസത്തിന് കൊലക്കേസുകളിൽ വലിയ പ്രാധാന്യമുണ്ട്. നൃത്തരംഗത്ത് സുരേഷിനെ നീലക്കണ്ണോടുകൂടി അവതരിപ്പിച്ചതും അവസാനം ഒരു ലെൻസ് താരക്കായാൻ നിർദ്ദേശിച്ചതും ഞാൻ തന്നെയാണ്. ആദ്യം അത് രാജനാണെന്ന് കരുതി നിങ്ങൾ ആശ്വസിച്ചു. പിന്നീട് സുരേഷാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ വിയർത്ത് വിറയ്ക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചു. എന്താണ് അതിന്റെ അർത്ഥം? പറയൂ. എല്ലാം ഞാൻ മറക്കാൻ ശ്രമിച്ചതാണ്. വീണ്ടും അതെന്നെങ്ങനെ വേട്ടയാടുമെന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ എല്ലാം പറയാം സാർ. കോളേജ് വെക്കേഷൻ തുടങ്ങിയ അന്ന് വീട്ടിലേക്ക് പോരാൻ വേണ്ടി ഞാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ചേട്ടാ, ആലപ്പുഴക്കുള്ള വണ്ടിന് എപ്പോഴാ? അയ്യോ, ചേർത്തലയിൽ എന്തോ ബഹളം നടക്കുന്നു. അതുകൊണ്ട് തെക്കോട്ടുള്ള വണ്ടി മുഴുവൻ ക്യാൻസലാ. ഞാൻ അങ്ങോട്ടാ, വേണേ നടന്നു. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? എന്റെ ബസ് മിസ്സായി. സമയവും വൈകി. ആലപ്പുഴയ്ക്കാ പോണ്ടത്. ഞങ്ങളും ആ വഴിക്കാൻ പോകുന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എനി ഒബ്ജക്ഷൻ? നോ പ്രോബ്ലം, പ്ലീസ് ഗെറ്റ് ഇൻ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സീ യു ടുമോറോ. അത് നിങ്ങളുടെ ഭാര്യയല്ലേ? ഹേയ്, അതും ഒരു ലിഫ്റ്റാ. ഇവിടെ ഒരു കല്യാണത്തിന് വന്നതാ. എങ്കിൽ ഞാനിവിടെ ഇറങ്ങിക്കോളാം. എന്തിന്? ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഇനി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. യു ഡോണ്ട് വറി, യു ജസ്റ്റ് റിലാക്സ്. അയ്യോ, ഇതേത് ഈ സ്ഥലം? എന്താ ഇവിടെ? ഞാൻ വാടകയ്ക്കെടുത്ത ഒരു ബംഗ്ലാവാണിത്. ഇന്നെന്റെ അവസാനത്തെ ദിവസമാണ് ഇവിടെ. നാളെ ഒഴിഞ്ഞു കൊടുക്കണം. മാത്രമല്ല, വിലപിടിപ്പുള്ള ഒരു പ്രമാണ ഇരിപ്പുണ്ട് ഇവിടെ. അതെടുക്കണം. നാളെ അച്ഛന്റെ സ്വത്തിന്റെ പാതി അവകാശിയാണ് ഞാൻ. സേ അബൌട്ട് 50 lakhs. ജസ്റ്റ് എ മിനിറ്റ് ബേബി. അയ്യോ, ഓടി വരണേ, എന്നെ രക്ഷിക്കണേ.